അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. മീൻകറി വറുത്തതുണ്ട്. ഇന്നും നമ്മൾ കിളിമീനാണ്. ഇപ്പോൾ കിളിമീൻ, മത്തി, അയലൊക്കെ ആണെങ്കിലും ഒക്കെ ചെറിയ മത്സ്യങ്ങളാണല്ലോ, അധികം വലിപ്പമില്ലാത്ത മത്സ്യങ്ങൾ. കറി വയ്ക്കാനും വറക്കാനൊക്കെ പറ്റിയതുമാണ്. അപ്പോൾ നമ്മളിന്ന് കിളിമീൻ, അല്ലെങ്കിൽ നമ്മളിവിടെ ഇപ്പം ഞങ്ങൾ കൂടുതലും കോര എന്നാണ് പറയാം. അപ്പോൾ കോരയാണ് ഇന്ന് കറി വയ്ക്കും വറക്കും ചെയ്തത്. ഇപ്പോൾ മീൻ വറുത്തും കൂട്ടിയിട്ടുള്ള ഊണാണ്, ഉച്ചയൂണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കായി. നമ്മുടെ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഏതായാലും ഇതാ കോര, ഇത് അര കിലോ കോരയാണ് വാങ്ങിയത്. ഇപ്പോൾ ഏതായാലും നന്നാക്കാം. കറി വയ്ക്കുന്നുണ്ട്, പിന്നെ ഒരു രണ്ടെണ്ണം എടുത്തിട്ട് വറക്കുന്നുണ്ട്. കൂടുതലും കറി വയ്ക്കുന്നതാണ്. ഇപ്പോൾ മീൻ വറുത്തത്, അതാണ് ഇപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഊണിന്. രണ്ടെണ്ണം വറക്കാനുള്ളത്, 2 കഷ്ണം ഒക്കെ വരിഞ്ഞ് വെച്ചു. ഇനിയിപ്പോൾ നമുക്കിതാ കറി വയ്ക്കുന്നതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഇതാ വറക്കുന്നതിലേക്ക് ഫിഷ് ഫ്രൈ മസാലയും പിന്നെ ഉപ്പും അത് ചേർത്ത് അതൊക്കെ ഒന്ന് തിരുമ്പിയോടെ വയ്ക്കാം. മസാല ഈ ഒരു പൊടി ചേർത്താൽ നല്ല ടേസ്റ്റാണ് ഇത് വറക്കുന്നത്. കറി വയ്ക്കുന്നതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമ്മൾ സാധാരണ വയ്ക്കുന്ന പോലെ, പിന്നെ നമുക്ക് ഇതാ പുളി, നമ്മളെ സാധാരണ പുളി, അത് പിഴിഞ്ഞു പാരണം. പിന്നെ അതിലേക്കുള്ള പച്ചമുളക്, തക്കാളി അത് നുറുക്കിയിടണം. ഇനി അരയ്ക്കാനുള്ളതാണ് തേങ്ങ, അത് മാത്രം, അത് അരച്ചത് അതും അതിൽ ചേർക്കാം. അപ്പോൾ ഇതാ വേവിച്ച് നല്ലപോലെ വെന്ത് വന്നു. നമുക്കതിൽ കറിവേപ്പില അത് ചേർക്കാം. ഇത് പിന്നെ എളുപ്പം വേവും, കോരയൊക്കെ എളുപ്പം വേവും. പിന്നെ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അത് വഴറ്റിടാം. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഇതാ നമുക്ക് മീൻ വറക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതും കഴിഞ്ഞു. ദാ ഊണഴിക്കാനുള്ള സമയം പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ദാ പൂച്ച സമയത്തിന് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഊണ് കഴിക്കാനായിരിക്കുന്നു. അമ്മയ്ക്ക് ചോറ് കൊടുക്കാം. ഊണ് കഴിക്കായി. പിന്നെ ഇപ്പോൾ കറി, പിന്നെ വേറെ വെജിറ്റബിൾ വിഭവങ്ങൾ വേറെ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ നമ്മളെ മീൻ വറുത്തത്. ഇന്നിപ്പോൾ കൊണ്ടാട്ടമുളക് വറുത്താണ് അമ്മയ്ക്ക്. പപ്പടം കാച്ചിയത് ഇന്ന് മീൻ വറുത്ത കൂടി ഉള്ളതുകൊണ്ട് വേണ്ട എന്നുള്ളതാണ്. കോര കറി വയ്ക്കാനും വറക്കാനും പറ്റിയ മീൻ തന്നെയാണ്, രണ്ടിനും പറ്റിയതാണ്. കുറച്ച് വലിപ്പമുള്ളത് ഇത് പിന്നെ പാകം വലിപ്പമേ ഉള്ളൂ, അധികം കണ്ട് വലിപ്പമായിട്ടില്ല. കുറച്ച് നല്ല വലുതൊക്കെ ആണെങ്കിൽ കറി വയ്ക്കാനും വറക്കാനൊക്കെ കുറച്ചും നല്ല വലിപ്പം ഉണ്ടാവും. കഷ്ണം കുറച്ച് കഴമ്പുണ്ടായിരിക്കും. ഇനിയിപ്പോൾ ഞാൻ കഴിക്കട്ടെ.
ഊണ് കഴിക്കൽ കഴിഞ്ഞ് ഇനി കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്ന് അമ്മയ്ക്ക് ഇനി അതിലൊരു പഴം കൊടുക്കാം. ഊണ് കഴിഞ്ഞിട്ട് ഉള്ള കുറച്ച് വിശേഷങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അമ്മ ഒന്ന് ഉച്ചമയക്കത്തിന് പോകുള്ളൂ. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നേരം അതൊക്കെ ചെറുക്കൊക്കെ കഴിഞ്ഞ് 3 മണിയായിട്ടുണ്ട്. 3-3:30 ആവാനായി. അപ്പോൾ ഇന്നിപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ ചായയും മറ്റുള്ള പലഹാരങ്ങളൊന്നും അല്ല, തണ്ണിമത്തൻ്റെ ജ്യൂസ്, നല്ല ചൂടുണ്ടല്ലോ, അപ്പം അതാണ്. ഇതിപ്പോൾ എനിക്കുള്ളതാണ്. അമ്മയ്ക്കെന്ന് വെച്ചാൽ അങ്ങനെ തണ്ണിമത്തൻ ജ്യൂസ് അത്ര വലിയ താല്പര്യമില്ല, ഞാൻ അധികമൊന്നും കഴിക്കൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാ അമ്മയ്ക്ക് ചെറുനാരങ്ങ, ഇതാണ് അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്. ഇങ്ങനെ ഇത് ചെറുനാരങ്ങ പിഴിഞ്ഞ് നമ്മൾ പഞ്ചസാരയൊക്കെ ഇട്ടിട്ടുള്ളത്, സാധാരണ നാരങ്ങ വെള്ളം. അപ്പോൾ ഇത് അമ്മയ്ക്കുള്ളതാണ്. അപ്പം അപ്പം അമ്മയ്ക്ക് നാരങ്ങ വെള്ളം, എനിക്ക് തണ്ണിമത്തൻ ജ്യൂസ്. ഇപ്പോൾ അത്യാവശ്യം നല്ല ഒരു വെയിലും ചൂടൊക്കെ ഉണ്ട്, ചെറിയൊരു മഴക്കാറുണ്ട് ഇന്ന്, എന്നാലും വെയിലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ചായ ഒന്നും, പിന്നെ ഇപ്പോൾ കുറച്ചായി ഞങ്ങൾ ചായ അങ്ങനെ എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളൂ ചായ. നമ്മളാ പപ്പായക്ക് ഒന്ന് നനയ്ക്കട്ടെ. ഇന്നത്തെ ദിവസപ്പം നേരെ വൈകുന്നേരമായി. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞു അല്ലേ? ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കായി. അടുത്ത പുതിയൊരു വീഡിയോ നമുക്ക് ഉടൻ തന്നെ കാണാം.